അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നിസ്കാരവും ആരോഗ്യശാസ്ത്രവും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിസ്കാരത്തിൽ മതപരമായും ആരോഗ്യപരമായും ആത്മീയപരമായുമുള്ള ഘടകങ്ങളുണ്ട്. ആന്തരികമായ ചൈതന്യത്തിനൊപ്പം ശാരീരിക ആരോഗ്യത്തിന് ഏറ്റവും സഹായകമാണ് നമസ്കാരം. ആരാധ്യനെ കൂടുതൽ അടുത്തറിയുവാനും ആരോഗ്യമുള്ള ജീവിതം നയിക്കുവാനും നിസ്കാരത്തിലൂടെ സാധിക്കുന്നു. ആരോഗ്യം സംരക്ഷിക്കുന്നതിലും നശിപ്പിക്കുന്നതിലും മനസ്സിന് വലിയ പങ്കുണ്ട്. ദുഃഖങ്ങളും പ്രയാസങ്ങളും ദുശ്ചിന്തകളും ആരോഗ്യത്തെ ബാധിക്കുന്നു. സമൂഹം ഇന്ന് നേരിടുന്ന പ്രധാന വെല്ലുവിളികളായ ടെൻഷനും വിഷാദരോഗത്തിനും നമസ്കാരം വലിയൊരു ചികിത്സയാണ്. മാനസിക ശക്തി കൈവരിക്കുവാൻ ഏറ്റവും ശക്തമായൊരു പോംവഴിയാണ് നമസ്കാരം. അത് സ്വയം ഉത്തേജനവും ഊർജവും പ്രസരിപ്പിക്കുന്നു. അല്ലാഹുവിൽ സ്വയം സമർപ്പിക്കുന്നതിലൂടെ ഒരു വിശ്വാസി നേടുന്നത് മാനസിക ഊർജത്തിൻ്റെ പരിപോഷണമാണ്. ദുഃഖങ്ങളും പ്രയാസങ്ങളും അല്ലാഹുവിൽ അർപ്പിച്ചു നമസ്കരിക്കുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു. അതിരാവിലെ എഴുന്നേറ്റ് അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ച് അവന് മുമ്പിൽ തല കുനിക്കുന്നവന് ഒരിക്കലും അഹങ്കരിക്കുവാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ മാനസിക സംഘർഷങ്ങൾ കുറക്കുവാൻ പ്രാർത്ഥനകൾക്ക് കഴിയും. നമസ്കരിക്കുമ്പോഴും അതിനുശേഷവും പ്രാർത്ഥനകൾ ധാരാളം വരുന്നുണ്ടല്ലോ. ചിന്തകൾ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നത് പോലെ സമയനിഷ്ഠയെയും സ്വാധീനിക്കും. സമയബന്ധിതമായി നിസ്കാരം നിർബന്ധമാക്കി എന്നാണ് ഖുർആനിക പ്രഖ്യാപനം. നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവന് ജീവിതത്തിൽ ചിട്ട പാലിക്കുവാനും വ്യക്തിത്വം വികസിപ്പിക്കുവാനും സാധിക്കുന്നു. കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ അലസമായി നീട്ടിവെക്കുക, അതുവഴി പല പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് നമസ്കാരം പ്രതിരോധിക്കുന്നു. മാലിന്യങ്ങളിൽ നിന്നും അകറ്റി നിർത്തി നമസ്കാരം നമ്മുടെ ആരോഗ്യരക്ഷ ഉറപ്പുവരുത്തുന്നുണ്ട്. എല്ലാവിധ മാലിന്യങ്ങളിൽ നിന്നും മുക്തമായെങ്കിലേ അണുബാധ ഏൽക്കാതിരിക്കുകയുള്ളൂ. അപ്പോഴാണ് ആ നമസ്കാരം സാധുവാകുകയുള്ളൂ. കഴുകാൻ പറഞ്ഞ അവയവങ്ങൾ കഴുകുന്നതിലും തടവാൻ പറഞ്ഞ അവയവങ്ങൾ തടവുന്നതിലും മതിയായ ശാസ്ത്രീയ വശം ഉണ്ട്. നമസ്കരിക്കുന്നതിന് മുമ്പായി ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും നമ്മൾ വൃത്തിയാക്കുന്നു. ഒരു ദിവസം 5 നേരം നമസ്കാരത്തിലേക്ക് കടക്കുമ്പോഴും വുളൂ ചെയ്യുന്നതിലൂടെ മുൻകൈകൾ പല പ്രാവശ്യവും നമ്മൾ കഴുകി വൃത്തിയാക്കുന്നു. ജലദോഷമുള്ളവർക്ക് മൂക്ക് പിടിക്കുമ്പോൾ പല അണുക്കളും കൈകളിൽ പറ്റുമല്ലോ. ഈ കൈകൾ കൊണ്ട് വല്ലതും നമ്മൾ തൊട്ടാൽ ആ അണുക്കൾ അവിടെയും എത്തുമല്ലോ. ആ വസ്തു രോഗമല്ലാത്ത മറ്റൊരാൾ തൊടുമ്പോൾ ആ അണുക്കളെല്ലാം ആ വ്യക്തിയിൽ എത്തുന്നു. കൈകളിൽ നിന്ന് മൂക്കിലേക്കും വായയിലേക്കും എത്താൻ അത് താമസമില്ലല്ലോ. കൈകൾ കൂടെ കൂടെ കഴുകി തുടക്കുകയാണ് ജലദോഷ വൈറസുകളെ അകറ്റുവാൻ ഒരു മാർഗം. ജലദോഷം ഉണ്ടാക്കുന്ന 200-ലേറെ വൈറസുകൾ ഉണ്ടെന്ന് ആരോഗ്യശാസ്ത്രം. അവയിൽ നിന്നെല്ലാം അകറ്റി നിർത്തി ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുവാൻ വുളൂഇലൂടെ സാധ്യമാകും. ഇത് ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. മാത്രവുമല്ല, നമസ്കരിക്കുന്നതിൻ്റെ ഭാഗമായി വായ കഴുകുന്നു. ഇത് പല അലർജി രോഗങ്ങളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്നു. ഇത് വായക്കുള്ളിലെ അണുക്കളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഓരോ ദിവസവും ചുരുങ്ങിയത് 17 റക്അത്ത് നിസ്കരിക്കുന്നതിലൂടെ പേശികളും നരമ്പുകളും മറ്റും സജീവമാവുകയും ശരീരത്തിന് നല്ല ഉന്മേഷം ലഭിക്കുകയും ചെയ്യുന്നു. ശരീരത്തിൻ്റെ മുഴുവൻ സന്ധികൾക്കും പേശികൾക്കും ചലനം ആവശ്യമാണ്. സന്ധികൾ ചലിക്കാതെയാകുമ്പോൾ അവിടെ നീരടിഞ്ഞു കൂടുകയും ചലനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുകയും ചെയ്യും. വ്യായാമത്തിൻ്റെ ഭാഗമായി ആരോഗ്യരംഗത്തെ വലിയ വെല്ലുവിളിയാണ് സാങ്കേതികമായ പുരോഗതി മൂലം യന്ത്രങ്ങൾ ആധിപത്യം സ്ഥാപിക്കുകയും ശാരീരിക ചലനം കുറയുകയും ചെയ്തത്. രക്തധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹത്തിന് തടസ്സം സൃഷ്ടിക്കുകയും ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോൾ, യൂറിക് ആസിഡ് തുടങ്ങിയ രോഗങ്ങൾക്ക് വ്യായാമമാണ് ഫലപ്രദമായ മരുന്ന്. വ്യായാമം ഇല്ലാതെ മരുന്ന് മാത്രം കഴിക്കുകയാണെങ്കിൽ സുഖപ്പെടില്ല എന്ന് മാത്രവുമല്ല, മരുന്നിൻ്റെ ഉപയോഗം ക്രമേണ വർദ്ധിപ്പിക്കേണ്ടിയും വരും. ഇത് പരിഹരിക്കുവാനാണ് ഡോക്ടർമാർ നിത്യേനയുള്ള നടത്തവും വ്യായാമങ്ങളും നമ്മോട് നിർദ്ദേശിക്കുന്നത്. ചിട്ടയോടെ വ്യായാമം ചെയ്യുകയാണെങ്കിൽ പ്രമേഹത്തിനുള്ള മരുന്നുപയോഗം നിർത്താനാവും എന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. ഇവിടെയാണ് നമ്മൾ നമസ്കാരത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കേണ്ടത്. നമസ്കാരത്തിൽ എല്ലാ പേശികളും ചലിക്കുന്നുണ്ട്. ശാരീരിക ആരോഗ്യത്തിന് സഹായകമായ വ്യായാമത്തിൻ്റെ എല്ലാ വശങ്ങളും നമസ്കാരത്തിൽ കടന്നു വരുന്നുണ്ട്. കൈകൾ, വിരലുകൾ തുടങ്ങി തല വരെ നമസ്കാരത്തിൽ ഭാഗമാകുന്നുണ്ട്.
സുജൂദിൽ നമ്മൾ തല താഴ്ത്തി വെക്കുമ്പോൾ തലച്ചോറിനാവശ്യമായ രക്തപ്രവാഹം ഉണ്ടാകുന്നു. നിസ്കാരത്തിൻ്റെ സുപ്രധാനമായ ഒരു ഗുണം തന്നെയാണിത്. മുട്ടുവേദന ഇന്ന് ധാരാളമാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം മുട്ടുമടക്കലിൻ്റെ കുറവാണത്രേ. ഭക്ഷണം മേശപ്പുറത്തും ടോയ്ലറ്റ് യൂറോപ്യനാകുമ്പോഴും കാൽമുട്ടുകൾക്ക് നീര് വരാനുള്ള സാധ്യത വളരെയേറെയാണ്. ഇത്തരം രോഗികളോട് മുട്ടുമടക്കുവാൻ വർദ്ധിപ്പിക്കുവാനും ഫിസിയോതെറാപ്പി നടത്തുവാനുമാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. എന്നാൽ നമസ്കാരത്തിൽ നമ്മൾ ആവർത്തിക്കുന്ന ശാരീരിക ചലനങ്ങൾ സന്ധിരോഗങ്ങൾ വരാതിരിക്കുവാനുള്ള മുൻകരുതലത്രേ. മനുഷ്യരാശിയുടെ ആരോഗ്യത്തിനും സന്തുഷ്ട ജീവിതത്തിനും പ്രയോജനകരമാകുന്ന സമഗ്ര കർമ്മ പദ്ധതി എന്ന നിലയിൽ വ്യായാമത്തിനു ശാസ്ത്രം വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ആധുനിക വ്യായാമങ്ങളിൽ കഠിനമായ മുറകളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും നേടിയെടുക്കുന്ന മാനസികവും ശാരീരികവുമായ നേട്ടങ്ങൾ നിസ്കാരത്തിലെ ലളിതമായ വ്യായാമത്തിലൂടെ തന്നെ ലഭ്യമാകുന്നുണ്ടെന്നും കൃത്യമായി നമസ്കാരം നിർവഹിക്കുന്ന വിശ്വാസിക്ക് യോഗ പോലുള്ള പലപ്പോഴും മതവിരുദ്ധനെയാകുന്ന കർമ്മങ്ങൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലെന്നും നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമസ്കാരത്തിന് മതപരമായും ആത്മീയപരമായും ആരോഗ്യപരമായുമുള്ള ഘടകങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. ആന്തരിക ആരോഗ്യത്തിനൊപ്പം ശാരീരിക ആരോഗ്യത്തിനും ഏറ്റവും ഉത്തമമാണ് നമസ്കാരം എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇതെല്ലാം മനസ്സിലാക്കി നമസ്കാരം അതിൻ്റെ കൃത്യതയോടെ നിർവഹിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.